എല്ലാ ഞായറാഴ്ച ഇപ്പോൾ പരിപാടി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ ഞായറാഴ്ച ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ, അതായത് വന്ദനയുടെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. അവളുടെ വീട് വരുന്നത് കൂട്ടുമുച്ചിയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി അവിടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ചെറുതായിട്ട് കഴിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അവൾ സെന്ററിലുള്ള. അപ്പോൾ കല്യാണം വളരെ ഗംഭീരമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവളുടെ വീടിൻ്റെ അടുത്തെത്തി. അപ്പോൾ വീട്ടിലേക്ക് നടന്നു പോവാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോണത് ചെക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ. ചെക്കൻ്റെ പേര് രാഹുൽ എന്നാണ്. അപ്പോൾ രാഹുലിനെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാരും അവൾക്കുള്ള ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ ബാക്കിൽ തന്നെ പോയി. അങ്ങനെ അവളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഞാൻ, അർജുൻ, അനശ്വര, പിന്നെ എൻ്റെ കണ്ണൻ, വിനീഷേട്ടനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ 2 വീലറിന് അങ്ങോട്ട് എത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. മഴ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ ചെറുതായിട്ടൊരു മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പം വല്ലാത്തൊരു ചൂട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നല്ല മധുരമുള്ളൊരു വെള്ളം കുടിക്കാൻ തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി. അപ്പോൾ വന്ദന ഉള്ളിലാണ് കാര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവളൊന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് തന്നെ നിന്നു കേട്ടോ. പിന്നെ എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞ്, അവരുടെ അടുത്തൊക്കെ പറഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാമെന്ന്. അങ്ങനെ അവിടെ എത്തി. നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോഴുള്ള വന്ദനേൻ്റെ ലുക്കാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. എന്ത് രസമല്ല അവളെ കാണാൻ വേണ്ടിയിട്ട്. ആ കളർ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ മേക്കപ്പും നല്ല സൂപ്പറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓവറായിട്ടൊന്നും തോന്നാത്ത രീതിയിൽ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ ഡ്രസ്സ് വളരെ ഇഷ്ടപ്പെട്ടു. അവൾക്കൊരു ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കളർ അവൾക്ക് ചേരുമോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ വളരെ ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതാ അവൾ അപ്പോഴേക്ക് അവളുടെ ആ ഒരു സ്റ്റേജിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടിരിക്കില്ലേ എൻ്റെ വന്ദന? അതാ അടുത്ത് നിൽക്കണം കേട്ടോ നമ്മുടെ രാഹുൽ എന്ന് പറയുന്നത്. നേവി ബ്ലൂ ഷർട്ട് ഇട്ടിട്ടുള്ള ഇതാ രാഹുലും വന്ദനയും കൂടെ സ്റ്റേജിലേക്ക് കയറുകയാണ്. ആ ലെഹങ്ക കുറച്ച് ഇറക്കം കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് എപ്പോഴും അവളിങ്ങനെ അത് കയ്യിൽ പിടിച്ചോണ്ടാണ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലേ? ഈ ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കല്യാണം എന്നത്തേക്കാണ് ഫിക്സ് ചെയ്തത്? ഏപ്രിലേക്കാണ് തോന്നുന്നുണ്ട് ഫിക്സ് ചെയ്തത്. അവൾ നല്ല ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് വളരെ നല്ല ഭംഗിയിൽ തന്നെ പോട്ടെ. എല്ലാവിധ ആശംസകളും പറയാൻ കേട്ടോ. അപ്പോൾ അവളുടെ ചേച്ചിയൊക്കെയാണ് ആ ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. അവളുടെ ചേച്ചിയാണ് കേട്ടോ. 2 ചേച്ചിമാരാണ് അവൾക്കുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ടീമാണ്. അവിടെ നിന്ന് കത്തിയടിക്കുകയാണ്, എന്തൊക്കെയോ പറയാണ്. കണ്ണനും അർജുനും ഒക്കെ കൂടിയിട്ട് എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ അനു കേട്ടോ, അനശ്വര. പിന്നെ അതിൻ്റെ ഇടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. ഇത് കണ്ടാൽ ആ തീരെ പറയില്ലല്ലോ എക്സ്പെക്റ്റഡ് ആണെന്നുള്ളതല്ലേ. അപ്പോൾ അതാണ് രാഹുലിൻ്റെ അമ്മ വന്ന് അവൾക്കൊരു വളയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവർക്ക് കൈമാറാനുള്ള മോതിരം കൊടുക്കുകയാണ്. അവൾക്കും കൊടുത്തു. പിന്നെ അവളുടെ എൻഗേജ്മെൻറ്റ് മാത്രമായിരുന്നില്ല കേട്ടെന്ന്, അവളുടെ ബർത്ത്ഡേ കൂടിയായിരുന്നു. ഈ ഒരു ബർത്ത്ഡേയിൽ അവൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് രാഹുൽ തന്നെയായിരിക്കും. അതിൽ അവൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും കേട്ടോ. അവളെനിക്ക് അറിയാം, അവളുടെ മൈൻഡ് എനിക്കറിയാം, മനസ്സെനിക്കറിയാം. അതുകൊണ്ട് അവൾ വളരെ ഹാപ്പി ആയിരിക്കും എന്ന് എനിക്കറിയാം. ഒരു പക്ഷേ അവൾക്ക് കിട്ടിയ സമ്മാനത്തിനേക്കാളൊക്കെ ഉപരി ഏറ്റവും വലിയ സമ്മാനം രാഹുൽ തന്നെയായിരിക്കും കേട്ടോ. അവർ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. ഓനോട് നോക്കാം.
അതാ രാഹുലു ഞാൻ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു വീഡിയോയിലേക്ക്, അപ്പം നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ അവൾക്കുള്ള ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുകയാണ്. രാഹുലിൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മിഠായിയും കൊടുത്തു. പിന്നെ അങ്ങോട്ട് സമ്മാനത്തിൻ്റെ പ്രവാഹമായിരുന്നു കേട്ടോ. അവളുടെ പിറന്നാളാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ പിറന്നാളിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ്. അപ്പോൾ ഒരുപാട് ഗിഫ്റ്റുകൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് രാഹുലിൻ്റെ അനിയനാണ് കേട്ടോ. അവനും അവൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു നല്ല ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലി രാഹുലിൻ്റെ വക അവൾക്കുള്ളൊരു ഗിഫ്റ്റാണത്. അപ്പം ആ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ് അവർ. അവരെ ഒന്നിച്ചുള്ളപ്പോൾ എടുത്തിരുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. ഓൾഡ് ഫോട്ടോ ആണ്. അവരുടെ ഒരു ഇഷ്ടം തുടങ്ങുമ്പോഴുള്ള ഫോട്ടോ ആണെന്ന് തോന്നുന്നു. അതാണ് അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത്. നല്ല രസമില്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അവളുടെ പിറന്നാൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കേക്ക് കട്ട് ചെയ്തു. അത് പിന്നെ എല്ലാവർക്കും കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് അവർ കേക്ക് കഴിച്ച് ചുണ്ടിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. രാഹുലിൻ്റെ അച്ഛമ്മയോ അമ്മമ്മയോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, കറക്റ്റ് അറിയില്ല. രാഹുലിൻ്റെ അച്ഛനും അമ്മയും അനിയനുമാണ് കേട്ടോ. അവളെപ്പോഴും പറയാറുണ്ട് അമ്മേനെ കുറിച്ചിട്ട്. അമ്മ നല്ല സപ്പോർട്ടാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രാഹുലിൻ്റെ അമ്മേനെ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ടീമാണ്. അവിടെ ഇരുന്ന് അർജുനൊക്കെ നല്ല ട്രോൾ ഉണ്ടായിരുന്നു. യൂട്യൂബർ അശ്വിനി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ട്രോളി മറക്കിണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുന്നിൽ എന്നെ ഇങ്ങോട്ട് ചടപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അങ്ങനെയൊന്നും ചടക്കാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അങ്ങോട്ട് ഇരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ അനുവിനെ അവളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനുവിനെ അവർ വിളിച്ചു. അവരൊറ്റയ്ക്കായപ്പോൾ എന്നിട്ട് അനു അവിടെ പോയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ അനു പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ബാക്കിലും കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ണനൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കുന്നുണ്ട്. അവളുടെ പിറന്നാളൊക്കെ അല്ലേ, അപ്പം ഇന്ന് പായസം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പായസം ഞാൻ കുടിച്ചു. ഒരു കണ്ണം കഴിച്ചതിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ മറ്റേ ഗ്ലാസ്. അപ്പോഴേക്കും ഈ അർജുന അത് വീഡിയോ ഒക്കെ എടുത്തത്. അവിടെ അശ്വിനേച്ചി 2 ഗ്ലാസ് പായസം കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിട്ട് പണിയൊക്കെ തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ അവളുടെ ചേച്ചിയാണ് ആ മിഠായി കൊണ്ട് തരുന്നത്.
എല്ലാവർക്കും കൊണ്ടുതരുന്നുണ്ടായിരുന്നു കേട്ടോ. പന്തലിലേക്ക് അവിടെ ഫുഡ് കഴിക്കുന്ന അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ആ കൈ നീട്ടണ ഞാനാണ് കേട്ടോ. ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന പറഞ്ഞാൽ ചേച്ചി എൻ്റെ കണ്ണിലേക്ക് നോക്കിയതാ. പിന്നെ നമ്മുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ അത് കഴിഞ്ഞു ചെക്കൻ്റെ വീട്ടുകാർ പോവുകയാണ് കേട്ടോ. വന്ദനയുടെ അമ്മ അവരൊക്കെ യാത്രയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പാടത്തേക്കാണ് കേട്ടോ. അവിടെ അടുത്തൊരു പാടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടേക്ക് മെല്ലെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. രസമല്ലേ, ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. വൈറ്റ് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പോയത്. പോരാത്തിന് നിന്ന് നല്ല മഴയും പെയ്തു. ഷൂ ഇട്ട് കുടുങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അനശ്വരയ്ക്ക് അനുവിന് ആമ്പൽ കണ്ടപ്പോൾ അത് പറിക്കണം എന്നൊരാഗ്രഹം. ഞാൻ പിന്നെ ആ സാഹസത്തിന് പോയിണ്ടായിരുന്നില്ല. കാരണം ജീൻസൊക്കെ ആണല്ലോ ഇട്ടുണ്ടായിരുന്നത്, വൈറ്റ് ഷൂ ഒക്കെയാണ്. അതുകൊണ്ട് വല്ലാണ്ട് പരിപാടിക്ക് പോയിണ്ടായിരുന്നില്ല. അത് അവളത് പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പൂവ് അവൾ പറിച്ചെടുത്തു ഗൈസ്. ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. കണ്ണൻ അതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് വരികയാണ് അവര്. ഇതൊക്കെ പിന്നെ കണ്ണൻ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ ഇതാ ഇത് കഴിഞ്ഞു നമ്മൾ പോവാണ്. അപ്പോഴേക്ക് വന്ദന വിളിച്ചു കേട്ടോ. വിളിച്ചു നമ്മളെ. അവർ ഫോട്ടോ എടുക്കുന്ന, അവർ ഔട്ട്ഡോർ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ്. മൂടി കിടക്കുന്ന ഉറങ്ങേണ്ട സമയം. അപ്പൊ ഇതാ അവര് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ കണ്ടപ്പോ തൊട്ട് ആ ഒരു ലെഹങ്ക, ആ ഒരു എന്താ പറയാ സ്കേർട്ട് അവളിങ്ങനെ പൊന്തിച്ചുകൊണ്ടാണ്. പിന്നെ അവരുടെ എന്താ പറയാ ഫോട്ടോഗ്രാഫേഴ്സ് അവളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോസ് ചെയ്യും, ഇങ്ങനെ പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവൾക്ക് അതിനൊന്നും ഒരു മടിയില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മളതൊക്കെ നോക്കിയിരുന്നു. അപ്പം അവിടെ നല്ലൊരു കറിവേപ്പിലമാരുണ്ടായിരുന്നു കേട്ടോ. ഒന്നല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. അത് നോക്കിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പിള്ളേഴ്സ്. പിന്നെ ഇവിടെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. രാഹുലിന് ആകെ ഒരു കുറവുണ്ടായിരുന്നു. വന്ദനയ്ക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കയറി നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അനു അപ്പോഴേക്ക് പുറത്തേക്ക് പോകുന്നു കേട്ടോ. അനുവിനെ ഞാൻ മെല്ലെ തള്ളി പുറത്തേക്ക് ഇട്ടു. അപ്പം കണ്ണൻ അവളെ ട്രോളുണ്ടായിരുന്നു. തരരാന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വിഷസൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അർജുൻ്റെ ഐഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോസുകളാണ് കേട്ടോ. അപ്പോഴേക്ക് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ണൻ എന്ത് ചെയ്തു, അവരുടെ കൂടെ ഒരു സെൽഫി എടുത്തു. കണ്ണൻ തന്നെ എടുത്തതാ. നമ്മൾ പോവാണ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ എന്താ പറയുക, അനുവിനെ അവളുടെ വീടിൻ്റെ അടുത്ത് ഇറക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അനു ഇതാ ഇറങ്ങിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. അവൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വന്ദന ആൻഡ് രാഹുൽ ഹാപ്പി എൻഗേജ്മെൻ്റ് ഡേ. ലൈഫ് ഫുൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ടാറ്റാ ബൈ ബൈ, സീ യു.